Hello everyone, welcome once again to my channel Incredible English. ഇന്ന് എന്നും ചെയ്യാറുള്ള പോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെന്റൻസസ് തന്നെയാണ് നോക്കുന്നത്. ഒരു 32 സെന്റൻസസ്, അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പ്രഷൻസും. നമ്മൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കാറില്ലേ, നീ എവിടെ പോയതാ, ഇത്രയും നേരം എവിടെയായിരുന്നു, ആരുടെ കൂടെയാ പോയത്, എങ്ങനെയാണ് പോയത്, എന്തിനാണ് പോയത്, പോയ കാര്യം നടന്നോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഒരാളെ ചില കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും, ഈ നേരിൽ കാണുന്നത് പോലെയല്ല, ഇതിൽ കൂടുതൽ അർത്ഥം അതിനുണ്ട്, അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അർത്ഥം എന്നുള്ളതല്ല, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒറ്റ നോട്ടത്തിൽ നോക്കുന്നതല്ല. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ ഒരു ഒറ്റ എക്സ്പ്രഷനിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ നമുക്ക് ലാഗ് ഇല്ലാതെ ആദ്യത്തേതല്ല സെറ്റ് ഓഫ് സെന്റൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യം തന്നെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേർ ഡിഡ് യു ഗോ എന്ന് നമുക്ക് ചോദിക്കാം. വേർ ഡിഡ് യു ഗോ, ഡിഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ഫോം യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഗോ എന്നേ എഴുതാൻ പാടുള്ളൂ. ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ് എന്ന് പറയുന്ന ഫോം. അപ്പൊ വേർ ഡിഡ് യു ഗോ, ഡിഡ് പ്ലസ് V1 വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ വേർ ഡിഡ് യു ഗോ, നീ എവിടെ പോയി. നീ എവിടെ ആയിരുന്നു, വേർ ഹാവ് യു ബീൻ. അപ്പൊ ബീൻ എന്നുള്ള വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്തു. നീ എവിടെ ആയിരുന്നു. ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് വരുന്നത്. അടുത്തത്, എവിടെ പോയതാ, വേർ ഹാവ് യു ഗോൺ. അപ്പൊ നമ്മളൊരു ഇപ്പോൾ പ്രസന്റിൽ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വേർ ഹാവ് യു ഗോൺ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വേർ ഡിഡ് യു ഗോ എന്ന് പറയുമ്പോഴത്തേക്കും സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച്, ചിലപ്പോൾ നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നു, അപ്പൊ അവരവിടെ ഇല്ലായിരുന്നു, അത് നമ്മൾ ചോദിക്കണം എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നതാണ്. അത് കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വേർ ഡിഡ് യു ഗോ. ഇനി നമ്മൾ ഒരാളെ കാണുന്നു, പെട്ടെന്ന് ഒരാൾ കയറി വരുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കുന്നു, എവിടെ പോയതാ, വേർ ഹാവ് യു ഗോൺ എന്ന് ചോദിക്കുന്നു. എന്തിനാ പോയത്, അല്ലെങ്കിൽ എന്തിനാണ് പോയത്, വൈ ഡിഡ് യു ഗോ. എപ്പോൾ പോയി, വെൻ ഡിഡ് യു ഗോ, ഏത് സമയം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദിവസം, വെൻ ഡിഡ് യു ഗോ. ആരുടെ കൂടെ പോയി, whom did you go with. ആരുടെ കൂടെ പോയി, whom did you go with. ആര് കൂടെ വന്നു, who has come with you. അപ്പൊ നമ്മൾ പ്രസന്റിൽ എഫക്റ്റ് വന്നേ, ആരുടെ കൂടെയാണ് നീ പോയിരുന്നത്. എങ്ങനെയാണ് പോയത്, how did you go. പോയ കാര്യം നടന്നോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, അതല്ലേ, പോയ കാര്യം നടന്നോ. did you get it done. ബാക്കിയുള്ള സെന്റൻസസ് ഒക്കെ പിന്നെയും നമ്മൾ കേട്ടിട്ടുള്ളതാ, അല്ലെ, എവിടെ പോയി, എങ്ങനെ പോയി, അതിനുള്ള വേർഡ്സ് ഒക്കെ നമുക്കറിയാം. അപ്പൊ പോയ കാര്യം നടന്നോ എന്ന് നമുക്ക് ഒറ്റയടിക്ക് ചോദിക്കാം. ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഡൺ. അത് വിജയിച്ചോ, വാസ് ഇറ്റ് സക്സസ്ഫുൾ. ഡിഡ് ദാറ്റ് തിങ് റിയലി ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ശരിക്കും സംഭവിച്ചോ, അത് ശരിക്കും സംഭവിച്ച കാര്യം തന്നെയാണോ. ഡിഡ് ദാറ്റ് തിങ് റിയലി ഹാപ്പൻ. കണ്ട, അവിടെ ഹാപ്പൻഡ് എന്നില്ല, ഹാപ്പൻ എന്നേ ഉള്ളൂ. ഡിഡ് പ്ലസ് V1 ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി നമ്മൾ ഒരാളെ കാണുമ്പോൾ നിന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിന്നെ പോലെ തന്നെ അവന് ചെയ്യുന്നത്. അപ്പം എക്സാക്ട്ലി ലൈക്ക് യു ഓർ ജസ്റ്റ് ലൈക്ക് യു, നിന്നെ പോലെ തന്നെ, ജസ്റ്റ് ലൈക്ക് യു ഓർ എക്സാക്ട്ലി ലൈക്ക് യു. ഇനി നമ്മൾ ചോദിക്കും, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ്. അപ്പൊ ഹൗ ഡു യു ഫീൽ വരില്ലേ, അതും വരും. അതെങ്ങനെയാണ്, ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചാൽ എങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത്. അപ്പൊ ഇതെല്ലാം മാറിയും മറിഞ്ഞും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ എന്ത് തോന്നുന്നു, ഹൗ ഡു യു ഫീൽ. ഇപ്പം ഒരാള് സിക്ക് ആയിട്ടിരിക്കുകയായിരുന്നു, അവരുടെ അപ്പോഴത്തെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കും, ഹൗ ഡു യു ഫീൽ നൗ, ഇപ്പോൾ എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ ബെറ്റർ ആയോ എന്നുള്ളതാണ് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. മെനി മോർ തിങ്സ് ടു ഡു. തീർന്നിട്ടില്ല, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. മെനി മോർ തിങ്സ്. എത്ര നേരം എടുക്കും, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഓഫീസിൽ പോയി, ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി ഒരു കാര്യം ചെയ്ത് തീർക്കാൻ നമ്മൾ ചോദിക്കും, എത്ര നേരം എടുക്കും, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. ആരെങ്കിലും സഹായിക്കാനുണ്ടോ, ഈസ് ദെയർ എനിവൺ ടു ഹെൽപ്പ് യു. നിന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. There is a limit for everything. അല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല, can't believe it. അവിടെ ഞാനൊരു സബ്ജക്റ്റ് കൊടുത്തിട്ടില്ല, സിംപ്ലി ഒരു എക്സ്പ്രഷൻ ആയിട്ടേ തന്നിട്ടുള്ളൂ. can't believe it, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, I can't believe it. ഓക്കെ, അടുത്തത്, നന്നായി ചിന്തിക്കുക, think deeply. നമ്മൾ പറയൂലേ,
ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ചിന്തിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എടുത്ത് ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് ബിഫോർ യു ലീപ്. അതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നന്നായി ചിന്തിക്കുക, തിങ്ക് ഡീപ്ലി. സമയമെടുത്ത് ചിന്തിക്കുക, ടേക്ക് ടൈം, തിങ്ക്. ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് തിങ്ക്. എല്ലാം കണ്ടും കേട്ടും മടുത്തു. ഇപ്പോഴത്തെ ഒരു സിനാറിയോ, സോഷ്യൽ സിനാറിയോ, നമുക്ക് സൊസൈറ്റൽ ഇഷ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ, പലതും കേൾക്കുമ്പോൾ നമുക്ക് പറയാം എല്ലാം കണ്ടും കേട്ടും മടുത്തു എന്ന് എസ്പെഷ്യലി പ്രായമായവരൊക്കെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഫെഡ് അപ്പ് വിത്ത് എവറിത്തിങ്. എന്തിന് സമയം പാഴാക്കുന്നു? വൈ ഡു യു വേസ്റ്റ് ടൈം? നീ എന്തിനാ ഇപ്പൊ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? വൈ ഡു യു വേസ്റ്റ് ടൈം? ഒന്നും പറയാനില്ല, നത്തിങ് ടു സേ. കൂടുതലൊന്നും പറയാനില്ല, നത്തിങ് മോർ ടു സേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡു യു ഹാവ് എനിത്തിങ് ടു സേ? അല്ലെങ്കിൽ സിംപ്ലി എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് ടു സേ? എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? എനിത്തിങ് ടു കമന്റ് അപ്പോൾ നമ്മൾ ചോദിക്കും. ഞാൻ എന്തെങ്കിലും അറിയിക്കണോ? ഞാൻ ആരെയെങ്കിലും എന്തെങ്കിലും അറിയിക്കണോ? ഡു ഐ നീഡ് ടു ഇൻഫോം എനിത്തിങ്? ഞാൻ എന്തെങ്കിലും അറിയിക്കണോ? ഇനി എന്നിരുന്നാലും എന്നുള്ളത്, ഈ എന്നിരുന്നാലും എന്നുള്ള വേർഡ് നമ്മൾ അതിന് പകരം, നമുക്ക് ഇംഗ്ലീഷിന് അതിന് ഈക്വൽ, പകരമല്ല, അതിന് ഇംഗ്ലീഷ് ഇക്വലന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള വേർഡ്സ് ആണ് ഓൾദോ അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്നുള്ള വേർഡ്സ് ഒക്കെ. അപ്പൊ ഇച്ചിരൂടെ അതുപോലെ ഇച്ചിരൂടെ ഉള്ളൊരു വേർഡാണ്, അധികം കോമൺ ആയിട്ട് കാണാറില്ല, എന്നാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്നുള്ളത്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാലും എന്നിരുന്നാലും എന്നാണ്. എവിടെയെങ്കിലും നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്നുള്ള വേർഡ് നമ്മൾ വായിക്കുന്ന ടൈമിൽ കണ്ടാൽ അതിന്റെ മീനിങ് ഓൾദോ എന്നുള്ളത് തന്നെയാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ വേർഡ് ഇൻക്ലൂഡ് ചെയ്തത്. ഒരു എക്സാമ്പിൾ സെന്റൻസ് കൂടെ അതിന് കൊടുത്തിട്ടുണ്ട്. ഷീ അക്സെപ്റ്റഡ് ദ ജോബ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ലോവർ സാലറി. അപ്പൊ നമുക്ക് ഓൾദോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഷീ അക്സെപ്റ്റഡ് ദ ജോബ് ഓൾദോ ഇറ്റ്സ് ദ ലോവർ സാലറി, ഓൾദോ ദ സാലറി ഈസ് ലോ. സാലറി ലോ ആണെങ്കിലും ഷീ അക്സെപ്റ്റഡ് ദ ജോബ്. അപ്പൊ നമുക്ക് നോക്കി, ഇവിടെ നമ്മൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ലോവർ സാലറി എന്ന് വെച്ചാൽ സാലറി കുറവാണെങ്കിലും അവൾ ആ ജോബ് അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സ്പ്രഷൻ. ഒറ്റ നോട്ടത്തിൽ കാണുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. മോർ ദാൻ മീറ്റ്സ് ദ ഐ. അതിപ്പം ഒരു ആക്സിഡന്റ് നടന്നു. ഒരു ആക്സിഡന്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ വേറെ ചില കാര്യങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് ആക്സിഡന്റ് അല്ല, ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മർഡർ അറ്റംപ്റ്റ് പോലെ തോന്നുന്നു, ഒരു മർഡർ അറ്റംപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മർഡർ അത് തന്നെ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ പറയും ഒറ്റനോട്ടത്തിൽ കാണുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് ഇച്ചിരി ഗ്രേവ് ആയിട്ടൊരു മാറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ തന്നെ നമുക്ക് പറയാറുണ്ട്, നമ്മളിപ്പോ ഒരാളെ കാണുന്നു, ആ ആളെ കാണുന്ന പോലെയല്ല, അതിൽ കൂടുതൽ ഡെപ്ത് ഉള്ള ഒരു മനുഷ്യനാണത്, നമ്മൾ നേരിൽ വിചാരിക്കുന്ന പോലെയല്ല, ഒറ്റനോട്ടത്തിൽ കാണുന്ന പോലെ അല്ല എന്ന് പറയും. അതിനാണ് മോർ ദാൻ മീറ്റ്സ് ദ ഐ നമുക്ക് യൂസ് ചെയ്യാം. ഹി സീംസ് ക്വയറ്റ് ബട്ട് ദർ ഈസ് മോർ ടു ഹിം ദാൻ മീറ്റ്സ് ദ ഐ. അവനെ കാണുമ്പോൾ വളരെ ശാന്തനാണ്, പക്ഷേ കാണുന്നതിലും, ഒറ്റ നോട്ടത്തിൽ കാണുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും വളരെ കുറച്ച് സെന്റൻസസ്, എന്നാൽ നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.